നമസ്കാരം. റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്ത് ആദ്യമായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി പോളിസി എടുത്ത ആദ്യ ദിവസം മുതൽ അസുഖങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു. അതെ, ശരിയാണ്. 30 ഡേയ്സ് വെയിറ്റിംഗ് പീരീഡ് ഇല്ല, സ്പെസിഫൈഡ് ഇല്ലസ് വെയിറ്റിംഗ് പീരീഡ് ഇല്ല, അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റ് ഡിസീസിനും വെയിറ്റിംഗ് പീരീഡ് ഇല്ല. മാത്രമല്ല, നിങ്ങൾ എടുക്കുന്ന ബേസ് സം ഇൻഷുർഡ് എത്രയാണോ അതിന് ഈക്വലന്റ് ആയി ഗ്യാരണ്ടീഡ് ക്യുമുലേറ്റീവ് ബോണസ് എല്ലാ വർഷവും നിങ്ങളുടെ പോളിസിയിൽ ആഡ് ഓൺ ആകുന്നു അപ് ടു 10 times. വെയിറ്റിംഗ് പീരീഡ് ഇല്ല എന്ന പോളിസി വാഗ്ദാനമൊക്കെ ശരി തന്നെ. പക്ഷെ ഇതിനർത്ഥം നിലവിലുള്ള അസുഖങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കവറേജ് കിട്ടും എന്നല്ല. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എ ക്വിക്ക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൈസെൽഫ്. എന്റെ പേര് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. ഇൻഷുറൻസ് പ്രോഡക്റ്റിനെ പറ്റി വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മണിപ്പാൽ സിഗ്നയുടെ ഏറ്റവും പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനായ സർവ. സർവ ഇന്ന് 3 വേരിയന്റിൽ അവൈലബിൾ ആണ്. ഇതിൽ പരം എന്ന വേരിയന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലീസ് കീപ് ഓൺ വാച്ചിങ്. ആദ്യമായി ഈ പ്ലാനിൽ ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ, സം ഇൻഷുർഡ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സം ഇൻഷുർഡ് ആണ്. 5 lakh to 3 crore വരെയുള്ള സം ഇൻഷുർഡ് പരം എന്ന ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, റിലേഷൻഷിപ്പ് കവേർഡ് ആണ്. ഇൻഡിവിജ്വൽ ഓപ്ഷൻ ആയിട്ടും ഫ്ലോട്ടർ ഓപ്ഷൻ ആയിട്ടും നമുക്ക് ഈ പ്ലാൻ ചൂസ് ചെയ്യാവുന്നതാണ്. എലിജിബിലിറ്റി, അഡൽസിന് 18 വയസ്സ്, മിനിമം എൻട്രി ഏജ് 18 വയസ്സും മാക്സിമം എൻട്രി ഏജ് ഈ പ്ലാനിൽ പറയുന്നില്ല. ഡിപെൻഡന്റ് ചിൽഡ്രന് 91ാമത്തെ ദിവസം തൊട്ടും മാക്സിമം എൻട്രി ഏജ് 30 ദിവസമായിട്ടും റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, പോളിസി ടൈപ്പ് ആണ്. ഇൻഡിവിജ്വൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. മൾട്ടി ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലി ഫ്ലോട്ടർ ഓപ്ഷൻ അവൈലബിൾ ആണ്. 2 adults plus 3 children ആണ് മാക്സിമം നമുക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, പോളിസി ടെനർ ആണ്. 1 year, 2 year, 3 year ഓപ്ഷൻ നമുക്ക് ഈ പ്ലാൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, റിന്യൂവബിലിറ്റി ആണ്. ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ഈ പോളിസി റിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ പോളിസിയുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള മെയിൻ ബെനിഫിറ്റ് ആൻഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. 13 ഇൻബിൽറ്റ് ഫീച്ചേഴ്സ് പരം എന്ന ഈ പ്ലാനിൽ ആഡ് ഓൺ ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ്. 24 മണിക്കൂറിന് ശേഷമുള്ള എല്ലാ ഹോസ്പിറ്റൽ എക്സ്പെൻസുകളും ഇൻക്ലൂഡിംഗ് മോഡേൺ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ്സ്, HIV, AIDS, മെന്റൽ ഇൽനസ് തുടങ്ങിയ അസുഖങ്ങളെല്ലാം ഈ പ്ലാനിൽ കവർ ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, റൂം അക്കോമഡേഷൻ ആണ്. റൂമിന് വേണ്ടിയിട്ട് സിംഗിൾ പ്രൈവറ്റ് AC റൂം നമുക്ക് ഇൻഷുർഡിന് ചൂസ് ചെയ്യാവുന്നതാണ്. ICU ദാറ്റ് ഈസ് കവേർഡ് അപ് ടു സം ഇൻഷുർഡ്. തേർഡ് പോയിന്റ്, ഡേ കെയർ പ്രൊസീജിയർ ആണ്. ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡേ കെയർ പ്രൊസീജിയേഴ്സും അപ് ടു സം ഇൻഷുർഡ് വരെ നമുക്ക് ഈ പ്ലാനിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഫോർത്ത് പോയിന്റ്, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. അത് 90 ദിവസം വരെയും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 180 ഡേയ്സ് വരെയും നമുക്ക് ഈ പ്ലാനിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. 6th പോയിന്റ്, ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ ആണ്. ദാറ്റ് ഈസ് ഓൾസോ കവേർഡ് അപ് ടു ദ സം ഇൻഷുർഡ്. 7th പോയിന്റ്, റോഡ് ആംബുലൻസ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ കവേർഡ് അപ് ടു സം ഇൻഷുർഡ്. നെക്സ്റ്റ് പോയിന്റ്, ഡോണർ എക്സ്പെൻസ് ആണ്. ഇൻ കേസ് ഒരു ക്രിട്ടിക്കൽ ഇൽനസ് അസുഖത്തിൽ അവയവദാതാവിന്റെ എക്സ്പെൻസും ഇതിൽ അപ് ടു സം ഇൻഷുർഡ് വരെ നമുക്ക് ഡോണർ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. 9th പോയിന്റ്, ആയുഷ് എക്സ്പെൻസ് ആണ്. ആയുർവേദ, യോഗ, സിദ്ധ, ഹോമിയോപ്പതി എക്സ്പെൻസുകൾ ദാറ്റ് ഈസ് ഓൾസോ കവേർഡ് അപ് ടു സം ഇൻഷുർഡ്. The 10th point is no zonal copy. ഇത് ഫസ്റ്റ് ടൈം ആണ് മണിപ്പാൽ സിഗ്നൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇങ്ങനെ ഒരു പ്ലാനിൽ. അതായത് നമ്മൾ കേരളത്തിൽ എടുക്കുന്ന ഒരു പ്ലാനിന് സെപ്പറേറ്റ് പ്രീമിയം ആണ് കമ്പാരിറ്റീവ്ലി മെട്രോ ആയിട്ട്. കേരളത്തിൽ എടുക്കുന്ന പ്ലാൻ ആണെങ്കിൽ കൂടി നമ്മൾ ഇപ്പോൾ കസ്റ്റമർ ഈസ് ഗെറ്റിംഗ് എ ട്രീറ്റ്മെന്റ് ഇൻ ഡൽഹി, അതിന് സെപ്പറേറ്റ് ചാർജസ് ഈ പ്ലാനിൽ ഈടാക്കുന്നതല്ല. 11th പോയിന്റ്, ഗുല്ലക് ബെനിഫിറ്റ് ആണ്. ഗുല്ലക് എന്നാൽ മലയാളത്തിൽ കുടുക്ക എന്നാണ് അർത്ഥം. നമ്മളിത് തുടക്കത്തിലെ പറഞ്ഞതാണ്. നമ്മൾ എടുക്കുന്ന ബേസ് സം ഇൻഷുർഡ് ഇന്ന് ഈക്വലന്റ് ആയി ഗ്യാരണ്ടീഡ് ബോണസ് എല്ലാ വർഷവും നമുക്ക് ഈ പോളിസിയിൽ ആഡ് ഓൺ ആകുന്നതാണ്. ദാറ്റ് ഈസ് അപ് ടു 1000%. നെക്സ്റ്റ് പോയിന്റ്, റീസ്റ്റോറേഷൻ ആണ്. ഇൻ കേസ് നമ്മുടെ ബേസ് സം ഇൻഷുർഡ് എക്സോസ്റ്റ് ആകുന്ന ഒരു അവസ്ഥയിൽ, അത് റിലേറ്റഡ് അസുഖത്തിനാകട്ടെ അൺറിലേറ്റഡ് അസുഖത്തിനാകട്ടെ, അപ് ടു 100% വരെ നമ്മുടെ ആ ബേസ് സം ഇൻഷുർഡ് ഒന്നുകൂടി നമുക്ക് ഈ പ്ലാനിൽ റീസ്റ്റോർ ആകുന്നതാണ്. 13th പോയിന്റ്, 4 വാല്യൂ ആഡഡ് കവേഴ്സും കൂടി നമുക്ക് ഈ പ്ലാനിലായിട്ട് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്.
ദാറ്റ് ഈസ് ടെലികൺസൾട്ടേഷൻ, വെൽനസ് ബെനിഫിറ്റ്, ഡിസ്കൗണ്ട് ഫ്രം നെറ്റ്വർക്ക് പ്രൊവൈഡർ, ഹെൽത്ത് ചെക്കപ്പ് തുടങ്ങിയ അഡീഷണൽ ആയിട്ടുള്ള 4 വാല്യൂ ആഡഡ് കവേഴ്സും കൂടി ഈ പ്ലാനിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഈ പ്ലാനിലെ ബേസ് കവേഴ്സിനെ പറ്റിയിട്ടാണ്. ഇനി അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്ലാനിലെ ഓപ്ഷണൽ കവേഴ്സിനെ പറ്റിയിട്ടാണ്. അതായത് പേ എക്സ്ട്രാ പ്രീമിയം ആൻഡ് ഗെറ്റ് അഡീഷണൽ ഓപ്ഷണൽ കവേഴ്സ്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് സർപ്ലസ് ബെനിഫിറ്റ് ആണ്. നമ്മൾ എടുക്കുന്ന ബേസ് സം ഇൻഷ്യൂർഡ് എത്രയാണോ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഡേ 1 തൊട്ട് നമുക്ക് ഈ പ്ലാനിൽ ലഭിക്കുന്നതാണ്. അതിൽ ഒരു കാര്യം മാത്രം, ഈ ഒരു ബെനിഫിറ്റ് എൻറ്റയർ പോളിസി ഡ്യൂറേഷനുള്ള ഒരു ടൈം മാത്രമാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് കവറേജ് ഫോർ നോൺ മെഡിക്കൽ എക്സ്പെൻസ് ആൻഡ് ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ്സ് കവർ ആണ്. അതും ഈ ഒരു ഓപ്ഷൻ റൈഡർ ആയിട്ടാണ് ഈ പ്ലാനിൽ വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് പേഴ്സണൽ ആക്സിഡന്റൽ കവറേജ് ആണ്. അത് നമുക്ക് അപ് ടു 3 കോടി വരെയുള്ള പേഴ്സണൽ ആക്സിഡന്റൽ കവർ നമുക്ക് ഈ പ്ലാനിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോർത്ത് പോയിന്റ് ടെമ്പററി ടോട്ടൽ ഡിസേബിൾമെന്റ് ആണ്. ഇൻ കേസ് ഒരു ആക്സിഡന്റ് വന്നു, ടെമ്പററി ഒരു ടോട്ടൽ ഡിസേബിൾമെന്റ് വന്നു കഴിഞ്ഞാൽ അപ് ടു 100 വീക്ക് വരെയുള്ള എക്സ്പെൻസുകൾ അതിനുള്ള സം ഇൻഷ്യൂർഡ് നമുക്ക് ഈ പ്ലാനിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫിഫ്ത് പോയിന്റ് എയർ ആംബുലൻസ് ആണ്. ദാറ്റ് ഈസ് അപ് ടു 10 lakhs വരെയുള്ള എയർ ആംബുലൻസ് കവറേജ് നമുക്ക് ഓപ്ഷണൽ കവറായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഇൻ അഡീഷൻ ടു ബേസ് സം ഇൻഷ്യൂർഡ്. റൂം റെന്റ് മോഡിഫയർ അവൈലബിൾ ആണ്. എനി റൂം കാറ്റഗറി ഓർ ടിൻ ഷെയറിംഗ് റൂം നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. വോളണ്ടറി കോപേയ്മെന്റ് 10%, 20%, 30% നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിഡക്റ്റബിൾസ് നമുക്ക് അതുപോലെ തന്നെ ഈ പ്ലാനിൽ നമുക്ക് പ്രീമിയം കുറയ്ക്കുന്നതിന് വേണ്ടി ഡിഡക്റ്റബിൾസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദ ലാസ്റ്റ് പോയിന്റ് പ്രതീക്ഷയാണ്. സാധാരണ ഈ ഒരു പ്ലാനിൽ ഡേ 1 തൊട്ട് നമുക്ക് പരിരക്ഷ ലഭിക്കുമെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഈ പ്രതീക്ഷ എന്ന റൈഡർ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന വഴി നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ഇതുവഴി നമുക്ക് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇത്രയും ഇൻബിൽഡ് ഫീച്ചേഴ്സും അഡീഷണൽ ഓപ്ഷണൽ കവറും വരുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ പ്രോഡക്റ്റിന്റെ പ്രൈസിങ് എങ്ങനെയാണെന്ന്. അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏജ് കാറ്റഗറി 39, 34, 10, 4 വയസ്സുള്ള ഒരു ഫാമിലിക്ക് സം ഇൻഷ്യൂർഡ് 10 ലക്ഷം രൂപയാണ് സർവപരം ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ വരുന്ന പ്രീമിയം 30,167 രൂപയാണ്. ഈ പ്രീമിയം അടയ്ക്കുമ്പോൾ നമുക്ക് ഇതിന് കിട്ടുന്ന ബേസ് കവറേജ് എത്രയാണെന്ന് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ബേസ് കവർ നമ്മൾ 10 ലക്ഷം രൂപയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് സർപ്ലസ് ബെനിഫിറ്റ് ആയിട്ട് അഡീഷണൽ 10 ലക്ഷം രൂപ നമുക്ക് ലഭിക്കുന്നതാണ്. പ്ലസ് ഗുഡ് ലക്ക് ബെനിഫിറ്റ് നമുക്ക് എല്ലാ വർഷവും 10 ലക്ഷം രൂപ വെച്ച് അടുത്ത 10 വർഷത്തേക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ 1 കോടി രൂപ കാണിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷനും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് അഡീഷണൽ 10 ലക്ഷം രൂപ കൂടി നമുക്ക് ഈ പ്ലാനിൽ ലഭിക്കുന്നതാണ്. അങ്ങനെ 11th ഇയർ 10 ലക്ഷം രൂപ എടുക്കുന്ന ഒരു വ്യക്തിക്ക് 11th ഇയർ നമ്മുടെ കവറേജ് വുഡ് ബി 1.30 crores ആയിരിക്കും. ഹിയർ കംസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ. വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല എന്ന് പോളിസി അവകാശപ്പെടുമ്പോഴും നിലവിലുള്ള അസുഖങ്ങളെ കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്നത് അവരുടെ മെഡിക്കൽ ടീമിന്റെ അണ്ടർ റൈറ്റിംഗ് ഗൈഡ് ലൈൻസ് പ്രകാരമായിരിക്കും. ചുരുക്കത്തിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പൻഡിക്സ് അല്ലെങ്കിൽ ഹെറന്യ ഡയഗ്നോസ് ചെയ്ത ഒരു വ്യക്തിക്ക് ഒരു ഇമ്മീഡിയറ്റ് സർജറി ആവശ്യമാണെങ്കിൽ അതിന് ഈ പോളിസിയിൽ വെയിറ്റിംഗ് പീരീഡ് വരാം എന്നർത്ഥം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സർവ എന്ന പ്ലാനിലെ പരം എന്ന വേരിയന്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ പ്ലാനിനെ പറ്റി നിങ്ങൾക്ക് ഇനിയും ഡൗട്ടുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതോ വാട്സ്ആപ്പ് ചെയ്യാവുന്നതോ ആണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ, ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻ അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്. സനോജ് ലാൽ.